ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണുന്നത് 2016 റിലീസ് ചെയ്ത ഗേൾ ഇൻ ദ ബോക്സ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ്. ഇതൊരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്ത് നിർമ്മിച്ച ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. കൊളിൻ സ്റ്റാൻ എന്ന പെൺകുട്ടിയെ 1977 മുതൽ 7 വർഷത്തോളം ഒരാൾ കിഡ്നാപ്പ് ചെയ്തു തടവിൽ പാർപ്പിച്ചു, അതും ഒരു ബോക്സിനുള്ളിൽ. 7 വർഷം അവൾ അനുഭവിച്ച ദുരിതങ്ങളും സർവൈവ് ചെയ്യാനായി അവൾ ചെയ്ത കാര്യങ്ങളുമാണ് മൂവിയിൽ. അവിടെ രക്ഷപ്പെട്ടോ ജീവനോടെയുണ്ടോ എന്നറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ആദ്യം നമുക്ക് മൂവി സ്റ്റോറി കാണാം, ശേഷം റിയൽ സ്റ്റോറി അറിയാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാറിൽ വന്നിറങ്ങുന്നു. കാറിന്റെ ഡിക്കിയിൽ നിന്നും അയാൾ ഒരു ബോഡി വലിച്ചു താഴെയിട്ടു. വൈഫ് ആകെ നെർവസ് ആണ്. അവൾ തന്റെ കയ്യിലെ കൊന്ത മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹസ്ബൻഡ് ബോഡി അടക്കം ചെയ്ത് കാറിൽ കയറി. വൈഫ് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നത് കണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഇതൊരു ആക്സിഡന്റ് അല്ലേ, നിനക്കറിയില്ലേ, ഞാൻ അവളോട് പറഞ്ഞതല്ലേ നിലവിളിക്കരുതെന്ന് എന്നെല്ലാം പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പോയി. അപ്പോൾ സ്ക്രീനിൽ ഗേൾ ഇൻ ദ ബോക്സ് എന്ന ടൈറ്റിൽ തെളിഞ്ഞു വരുന്നു. 1979 മെയ് 19. ഇതാണ് നമ്മുടെ ഹീറോയിൻ കൊളിൻ. റോഡിൽ നിന്നും കാറിന് ലിഫ്റ്റ് ചോദിക്കുകയാണ്. ഓക്കെ ശരിയെന്നും പറഞ്ഞ് അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നത് മറ്റാരുമല്ല, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ട ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ. ഹസ്ബൻഡിന്റെ പേര് കാമറൂൺ ഹൂക്കർ, വൈഫ് ജാനീസ് ഹൂക്കർ. അവർ പരസ്പരം പരിചയപ്പെടുന്നു. ജെന്നീസ് അവളോട് എവിടെ പോകുന്നതാണ് എന്ന് തിരക്കുന്നു. തന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്, സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ വരുന്ന കാര്യം അവൾക്ക് അറിയില്ല എന്ന് കൊളിനും പറയുന്നു. പോകുന്ന വഴി ഐസ് കേവ്സ് ഉണ്ട്, അവിടെ വരുന്നുണ്ടോ എന്ന് ഹസ്ബൻഡ് ചോദിക്കുന്നു. ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് കൊളിൻ ഒഴിവാക്കാൻ നോക്കുന്നെങ്കിലും കേവ്സ് ഇവിടെ അടുത്താണ്, പോയിട്ട് വേഗം വരാം എന്നായി ജെന്നീസ്. ഓക്കെ എന്ന് കൊളിൻ. കുറച്ചു കഴിഞ്ഞ് അവരൊരു പെട്രോൾ പമ്പിലെത്തി. കൊളിൻ വാഷ്റൂമിൽ പോയ സമയം കാമറൂൺ കാറിന്റെ ഡിക്കി തുറന്ന് ഒരു മരത്തിന്റെ ബോക്സ് എടുത്ത് ബാക്ക് സീറ്റിൽ വെക്കുന്നു. ബോക്സിന് നല്ല ഭാരമുണ്ട്, അതുപോലെ വലിയൊരു ഹോളുമുണ്ട്. കാർ റോഡിൽ നിന്നും കുറച്ചുള്ളിലേക്ക് പോയി. ജെന്നീസ് കാറിൽ നിന്നിറങ്ങി ആദ്യം നടന്നു. കൊളിൻ അവളെ ഫോളോ ചെയ്യുന്ന നേരം പെട്ടെന്ന് കാമറൂൺ അവളുടെ വായ പൊത്തി. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി അവളുടെ കൈകൾ കഫ് ചെയ്തു. കണ്ണുകൾ മൂടിക്കെട്ടി വായിൽ എന്തോ ക്ലിപ്പ് വെച്ചു. കാറിൽ വെച്ച ബോക്സിൽ അവളുടെ തല കടത്തി ലോക്ക് ചെയ്തു. ബാക്കി ശരീരം ബ്ലാങ്കറ്റ് വെച്ച് മൂടി. അവളുടെ ശബ്ദം പോലും പുറത്തു വരുന്നില്ല. അവൾക്കൊന്നും കാണാനും കഴിയുന്നില്ല. രാത്രിയായി അവർ വീട്ടിലെത്തി. കാമറൂൺ അവളെ ബേസ്മെന്റിലെത്തിച്ചു. അവളുടെ 2 കൈകളും ചെയിൻ കെട്ടി അവിടെ തൂക്കിയിട്ടു. അവളുടെ ഡ്രസ്സെല്ലാം വലിച്ചു കീറി ഒരു ചാട്ടയെടുത്ത് യാതൊരു മനുഷ്യത്വവുമില്ലാതെ അവളെ അടിക്കാൻ തുടങ്ങി. അവിടേക്ക് ജെന്നീസ് എത്തി. അവളൊരക്ഷരം മിണ്ടുകയോ കാമറൂണിനെ തടയുകയോ ചെയ്യുന്നില്ല. ഇൻഫാക്ട് കാമറൂൺ കൊളിൻ അടി കൊടുത്ത ശേഷം ജെന്നീസുമായി ഇൻറ്റിമേറ്റ് ആകുന്നു. കുറച്ചു കഴിഞ്ഞ് ജെന്നീസ് പോയി. അപ്പോൾ കാമറൂൺ അവളെ ഒരു ടേബിളിൽ കിടത്തി. വീണ്ടും അവളുടെ തല മാത്രം ഒരു ബോക്സിനുള്ളിൽ ലോക്ക് ചെയ്തു. കൊളിൻ കരഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കാമറൂണിന് യാതൊരുവിധ കുലുക്കവുമില്ല. നെക്സ്റ്റ് ഡേ കാമറൂൺ പുറത്തു പോയ സമയം ജെന്നീസ് ഒരു ഗൺ എടുത്ത് ബേസ്മെന്റിലെത്തി കൊളിനോട് സംസാരിക്കുന്നു. കൊളിൻ അവളോട് പ്രോമിസ് ചെയ്യുന്നു താൻ ഒരാളോടും ഒന്നും പറയില്ല, വീട്ടിൽ പോയാൽ മാത്രം മതി. സീൻ അവിടെ കട്ടായി. കാമറൂൺ വീട്ടിലെത്തുമ്പോൾ ജെന്നീസ് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുകയാണ്. കാമറൂൺ നേരെ ബേസ്മെന്റിലെത്തി അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ശേഷം ഒരു പാത്രം വെച്ച് അത് ടോയ്ലറ്റായി യൂസ് ചെയ്യാൻ പറയുന്നു. നിവൃത്തിയില്ലാതെ കൊളിൻ അതനുസരിച്ചു. ശേഷം കഴിക്കാൻ ഒരു ബ്രെഡ് കൊടുത്തു. ഇപ്പോൾ ജെന്നീസിനെ കാണിക്കുന്നു. താഴെ ബേസ്മെന്റിൽ കൊളിനെ അടിക്കുന്ന ശബ്ദം. ജെന്നീസ് ഹെഡ്ഫോൺ വെച്ചിട്ട് പോലും കൊളിന്റെ കരച്ചിൽ അവളുടെ ചെവിയിലെത്തി. അവർ രാത്രി കിടക്കുമ്പോൾ ജെന്നീസ് കാമറൂണിനോട് ചോദിക്കുന്നു, അവളെ എന്തു ചെയ്യാനാ പ്ലാൻ, എത്ര ദിവസം ഇവിടെ താമസിപ്പിക്കും? കുറച്ച് ദിവസത്തെ കാര്യമല്ലേ, ശേഷം ദൂരെ എവിടെയെങ്കിലും പോയി കളയാം എന്നതാണ് കാമറൂണിന്റെ വിചാരം. അവൾ പുറത്തെത്തിയാൽ തീർച്ചയായും അവൾ പോലീസിനെ കോണ്ടാക്ട് ചെയ്യും, അതുകൊണ്ട് റിസ്ക് ആണ്. സോ അവളെ ബേസ്മെന്റിൽ കീപ്പ് ചെയ്യാമെന്നായി കാമറൂൺ. അവൻ കൊളിനെ ഒളിപ്പിക്കാനായി മരം കൊണ്ട് ഒരു വലിയ ബോക്സ് തയ്യാറാക്കി. അതിൽ എയർ പാസ് ചെയ്യാൻ ഒരു മെഷീനും കണക്ട് ചെയ്തു. എല്ലാം റെഡിയാക്കി കൊളിനെ കൊണ്ടുവന്ന് ബോക്സിൽ കിടത്തി. എനിക്ക് എപ്പോൾ വീട്ടിൽ പോകാമെന്ന് കൊളിൻ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ ബോക്സ് വലിച്ചടച്ചു. ഈ സമയം കൊളിൻ അവളുടെ ഫാമിലി വല്ലാതെ മിസ് ചെയ്തു. അച്ഛൻ, അമ്മ റൂത്ത്, സിസ്റ്റർ ബോണി. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി സർപ്രൈസ് കൊടുക്കാൻ കൊളിൻ തീരുമാനിക്കുന്നു. കാലിഫോർണിയ വരെ ഒറ്റയ്ക്ക് പോകേണ്ട. ഫ്രണ്ടിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും അച്ഛൻ ചോദിക്കുമ്പോൾ അവൾ കൊടുക്കുന്നില്ല. കത്തെഴുതാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. ബസ്സിന് പോകാൻ പണം കൊടുക്കുന്നെങ്കിലും അവൾ അത് നിരസിച്ചു. ലിഫ്റ്റ് ചോദിച്ച് പോകാമെന്ന് കരുതി. ഈ സമയം കൊളിന്റെ അച്ഛന് ഫ്രണ്ടിന്റെ കോൾ വരുന്നു. അവൾ അവിടെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ ലീഗലി അവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്കിഷ്ടമുള്ളിടത്ത് പോകാനുള്ള ഫ്രീഡം ഉണ്ടെന്ന് പോലീസ് പറയുന്നു.
കാമറൂണിന് തടിമില്ലിലാണ് ജോലി. ഇപ്പോൾ ജെന്നീസ് എത്തി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നു. പക്ഷെ കാമറൂണിൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ല. ആൺകുട്ടിയായിരിക്കും അല്ലേ എന്നാണ് അവൻ ചോദിച്ചത്. 230 ദിവസങ്ങൾ കഴിഞ്ഞു. ജെന്നീസിൻ്റെ കാലിനെന്തോ പരിക്ക് പറ്റി. അവളാണെങ്കിൽ പ്രഗ്നൻറ്റുമാണല്ലോ. സോ അവർക്കിപ്പോൾ ഒരു സെർവൻ്റ് അത്യാവശ്യമാണ്. കൊളിൻ ഭൂരിഭാഗം സമയവും ബോക്സിനകത്താണ്. അവളെ പുറത്തിറക്കിയാൽ ഓടിപ്പോകും എന്ന ഭയം ഒരു വശത്ത്. നമ്മുടെ വില്ലന് ഒരു ഐഡിയ തോന്നി. അവനൊരു മാഗസിനിൽ മുമ്പൊരു കമ്പനിയെപ്പറ്റി അറിഞ്ഞിരുന്നു. കമ്പനിയിൽ ലീഗലി പെൺകുട്ടികളെ അടിമകളാക്കി വിറ്റിരുന്നു. ആ മാഗസിനിൽ കമ്പനിയുടെ ഒരു കോൺട്രാക്ട് ഫോം ഉണ്ടായിരുന്നു. അവൻ അതെടുത്ത് കൊളിനെ കാണിച്ചു. എന്നിട്ട് താൻ ഈ കമ്പനിയുടെ പാർട്ട്ണർ ആണെന്ന് അവകാശപ്പെടുന്നു. കൊളിനോട് ഫോമിൽ അടിമയായി സൈൻ ചെയ്യാൻ പറയുന്നു. കാമറൂൺ അവളുടെ മാസ്റ്ററും. അവൻ പറയുന്നു ജെന്നീസും മറ്റൊരു മാസ്റ്ററുടെ സ്ലേവ് ആയിരുന്നു. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. കമ്പനി അവളുടെ കാലൊടിച്ചു. അവർ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അവളെ വാങ്ങി. ഇപ്പോൾ അവൾ എൻ്റെ ഭാര്യയാണ്. കാൽ ശരിയാക്കാൻ 3 ഓപ്പറേഷൻ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ശരിയായിട്ടില്ല. എല്ലാം കേട്ടിട്ടും കൊളിന് സൈൻ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവൾക്കറിയാം ഒരിക്കൽ താനതിൽ സൈൻ ഇട്ടാൽ പിന്നെ തനിക്ക് രക്ഷയില്ല. എന്നാൽ കാമറൂൺ കൊളിൻ്റെ ബാഗിൽ നിന്നും കിട്ടിയ ഫോട്ടോ വെച്ച് അവളെ ഭീഷണിപ്പെടുത്തി. കമ്പനി വിചാരിച്ചാൽ അവളുടെ സിസ്റ്റർ ബോണിയെ ഈസിയായി കിഡ്നാപ്പ് ചെയ്യാം. ഇത് കേട്ട് സൈൻ ചെയ്യുകയല്ലാതെ മറ്റൊരു ഓപ്ഷനും കൊളിന് ഉണ്ടായിരുന്നില്ല. അതോടെ കൊളിൻ ആ വീട്ടിലെ അടിമയായി മാറി. ഇപ്പോൾ അവളുടെ മുടി ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നായയുടെ കഴുത്തിലിടുന്ന പോലെ ഒരു കോളറും അതിൽ എസ് എന്നെഴുതിയ ലോക്കറ്റുമുണ്ട്. അതാണ് അവൾക്ക് നൽകിയ പേര്. എസ് ഫോർ സ്ലേവ്. ഇത്രയും നാൾ അവൾക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അവൻ അവൾക്കൊരു ഗൗൺ കൊടുത്തു. നീ ഇനി മുതൽ എൻ്റെ അടിമ, ഞാൻ നിന്റെ മാസ്റ്റർ. ഇനി നീ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കണം. എൻ്റെ വൈഫിനെ മാഡം എന്നും വിളിക്കണം. മാത്രമല്ല ഞാൻ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ജോലി നിർത്തി ഞാൻ പറയുന്നിടത്ത് നിൽക്കണം. എങ്ങനെയാണെന്നോ ഗൗണൂരി തല കുനിച്ച് കൈകൾ മേലോട്ട് ഉയർത്തണം. ഇത്രയും റൂൾസ് അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു തീർന്ന ഉടൻ അറ്റൻഷൻ എന്നവൻ പറയുന്നു. പാവം കൊളിൻ അവളോടി അവൻ പറഞ്ഞ പോലെ ചെയ്തു. അവൻ കൊളിനോട് ഇൻറ്റിമേറ്റ് ആകാൻ തുടങ്ങുമ്പോൾ ജെന്നീസ് എത്തി. നിങ്ങളെന്താ ചെയ്യുന്നേ? അത് ഞാൻ സ്ലേവിന് ട്രെയിനിങ് കൊടുക്കുന്നതാ എന്ന് ജെന്നീസിന്റെ ചോദ്യത്തിന് കാമറൂൺ ഉത്തരം കൊടുക്കുന്നു. കൊളിൻ അവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് കൊണ്ട് വിൻഡോസ് എപ്പോഴും ക്ലോസ് ആയിരിക്കും. അതിനെപ്പറ്റി അയൽക്കാരൻ കാമറൂണിനോട് ചോദിക്കുന്നു. മാത്രമല്ല ബേസ്മെന്റിൽ ഫർണിഷിംഗ് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം കാമറൂൺ സമ്മതിച്ചില്ല. പക്ഷെ ഇത്തവണ ഇൻഷുറൻസ് പേപ്പർ സബ്മിറ്റ് ചെയ്യണം. സോ ലേറ്റ് ആക്കാതെ നിർബന്ധമായും ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ കാമറൂണിന് അവിടെ നിന്നും താമസം മാറ്റേണ്ടതായി വരുന്നു. നെക്സ്റ്റ് സീനിൽ അവർ മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റായി. 1978 ജെന്നീസ് അവിടെ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കൊളിൻ അവിടുത്തെ ബേസ്മെന്റിൽ ഒരു ചെറിയ ശവപ്പെട്ടി പോലത്തെ ബോക്സിലാണ് താമസം. അവളെ സംബന്ധിച്ച് ഒന്നിലും ഒരു മാറ്റമില്ല. ജെന്നീസ് അവളോട് റൂഡായാണ് പെരുമാറുന്നത്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ കാമറൂണിനോട് കൊളിനെ പറ്റി തനിക്ക് ഫോക്ക് നൽകിയില്ലെന്ന് പരാതി പറയുന്നു. കാമറൂൺ അറ്റൻഷൻ എന്ന് പറഞ്ഞപ്പോൾ കൊളിൻ ഡ്രസ്സൂരി കൈകൾ ഉയർത്തി നിന്നു. ജെന്നീസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അവളെപ്പറ്റി കംപ്ലൈൻസ് പറയുന്നു. കിച്ചൺ ക്ലീൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നു. അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കേട്ട മാത്രയിൽ കാമറൂൺ ചാട്ടയെടുത്ത് കൊളിനെ അടിയോടടി. അപ്പോൾ ജെന്നീസിന് താഴെ കിടന്ന് ഫോർക്ക് കിട്ടുന്നു. തെറ്റ് തൻ്റെ ഭാഗത്തായിരുന്നെന്ന് മനസ്സിലാക്കിയതും ഓടി റൂമിൽ വന്ന് കൊന്തയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നൈറ്റ് രണ്ടുപേരും കൊളിനെ പറ്റി സംസാരിക്കുകയാണ്. ജെന്നീസിന് കൊളിൻ അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. ഹസ്ബൻഡ് തന്നെ വിട്ട് കൊളിനുമായി അടുക്കുമോ എന്നാണ് ഭയം. അവൾ എപ്പോഴും ഇവിടെ ഉണ്ടാകും, അതുകൊണ്ട് സംസാരിച്ച് ഇടപഴകൂ എന്ന് കാമറൂൺ പറയുന്നു. ഒരു ദിവസം കാമറൂൺ കൊളിനെ തന്നെ മരം വെട്ടാൻ സഹായിക്കാനായി കാട്ടിലേക്ക് കൊണ്ടുപോയി. പോകും വഴി ആളുകളെ കണ്ട് അവരുടെ മുന്നിൽ എന്നെ മാസ്റ്റർ എന്ന് വിളിക്കരുത്, അവരും ഒരടിമയുടെ ഓണറാണ്, നിന്നെ അവർ കൊണ്ടുപോകും എന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കും. ഒരിടത്ത് പോയി മരം മുറിച്ച് വിറകുകൾ കൊളിൻ അടുക്കി വെക്കുന്നു. എനിക്കെപ്പോൾ വീട്ടിൽ പോകാം എന്ന് കൊളിൻ ചോദിക്കുമ്പോൾ കമ്പനി ഇതുവരെ ഒരടിമയ്ക്കും വീട്ടിൽ പോകാൻ അനുവാദം കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ നീ ലെറ്റർ എഴുതിക്കോ എന്ന് കാമറൂൺ അവൾക്ക് അനുവാദം കൊടുക്കുന്നു. പെട്ടെന്ന് മരം വെട്ടുന്നതിനിടെ കോടാലി അവൻ്റെ കാലിൽ പതിച്ചു. കൊളിന് ഇത് നല്ലൊരവസരമാണ്. രക്ഷപ്പെടാൻ അവളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫാമിലിയെപ്പറ്റി ചിന്തിച്ചപ്പോൾ അതിന് ശ്രമിക്കാതെ അവൻ്റെ മുറിവിൽ തുണി വെച്ച് കെട്ടി. ആ കോൺട്രാക്റ്റ് സത്യമാണെന്ന വിശ്വാസത്തിലാണ് നല്ല ഒരു അവസരം കിട്ടിയിട്ടും അത് യൂസ് ചെയ്യാതിരുന്നത്. ഇതിനുശേഷം വീണ്ടും കാമറൂൺ കൊളിൻ്റെ അടുത്ത് ഇൻറ്റിമേറ്റ് ആകാൻ നോക്കുന്നു. പക്ഷെ ജെന്നീസ് അത് തടയുന്നു. 1395 ദിവസങ്ങൾ കഴിഞ്ഞു. കൊളിൻ ഇപ്പോൾ മുഴുവൻ സമയവും ബോക്സിനടുത്താണ്. ഭക്ഷണം കഴിക്കാൻ മാത്രം പുറത്തിറക്കും.
അവളുടെ കാര്യങ്ങൾ ജെന്നീസ് ആണ് നോക്കുന്നത്. ബോക്സിൽ നിന്നും പുറത്തിറങ്ങിയ കൊളിൻ ജെന്നീസിന്റെ മകളെ കണ്ട് ഷോക്കായി. അത് നിങ്ങളുടെ കുട്ടി ആമർ ആണോ? അതെ എന്ന് ജെന്നീസ് പറയുമ്പോൾ അവൾ ഇത്രയും വലുതായോ? അപ്പോൾ ഞാൻ എത്ര നാളായി ഇതിനുള്ളിൽ എന്ന് കൊളിൻ ചോദിക്കുന്നു. അവൾക്ക് എത്ര ദിവസമായി ഇവിടെ കഴിയുന്നു എന്ന് പോലും അറിയില്ല. അവളുടെ സൗന്ദര്യം ക്ഷയിച്ചിരിക്കുന്നു. ഇപ്പോൾ ജെന്നീസും കാമറൂണും ചുറ്റിക്കറങ്ങാനായി കുറച്ച് ദിവസത്തെ പുറത്തേക്ക് പോവുകയാണ്. കൊളിനെ അവർ ബോക്സിനുള്ളിൽ ലോക്ക് ചെയ്തു. കൊളിന് ഇല്യൂഷൻസ് വരുന്നു. സിസ്റ്ററിനെ മീറ്റ് ചെയ്യുന്നത്, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്. അവൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്. പരവേശം മൂലം ബോക്സ് ചവിട്ടി തുറന്നു. വീട്ടിൽ ഈ സമയം ആരുമില്ല. അവൾ ഫ്രീ ആണ്. കറക്കം കഴിഞ്ഞ് കാമറൂൺ എത്തി നേരെ ബേസ്മെന്റിൽ ചെന്ന് നോക്കുമ്പോൾ ബോക്സിനുള്ളിൽ കൊളിനില്ല. അവൾ എവിടെയുമില്ല. അവൻ മണം പിടിച്ച് അന്വേഷിക്കുമ്പോൾ ബാത്ത് ടബിൽ കൊളി. ഇപ്രാവശ്യവും അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊളിനെ കാണിക്കുന്നു. ജെന്നീസ് അവളോട് കുറച്ച് അലിവോടി പെരുമാറുന്നുണ്ട്. ഹോളി ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണവൾ. താൻ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള ശിക്ഷ തനിക്ക് ലഭിക്കും എന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് എപ്പോഴും കൊന്ത കൈയിലേന്തി നടക്കുന്നത്. ഇത് മുതലാക്കി കാമറൂൺ അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ബൈബിളിൽ ഒരാൾക്ക് 1-ൽ കൂടുതൽ ഭാര്യമാരെ അനുവദിക്കുന്നുണ്ട്. സോ ജെന്നീസും തന്റെ ഭർത്താവിനെ ഷെയർ ചെയ്യാൻ തയ്യാറാകണം എന്ന് ജെന്നീസിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. 2132 ദിവസങ്ങൾ കഴിഞ്ഞു. കൊളിനും കാമറൂണും ഒരേ ബെഡിൽ കിടക്കും. എന്നു മുതലാണ് പെൺകുട്ടികളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയതെന്ന് കൊളിൻ ചോദിക്കുമ്പോഴാണ് കാമറൂണിനെ പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. 4-5 വയസ്സുള്ളപ്പോൾ മുതൽ അവൻ ഈ പ്രശ്നങ്ങളുണ്ട്. അവന് പെൺകുട്ടികളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ കരച്ചിലിൽ അവൻ സന്തോഷം കണ്ടെത്തുന്നു. അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ എൻജോയ് ചെയ്യുന്നു. ബോണ്ടേജ്, ടോർച്ചർ ഇതെല്ലാം അവനെ സംബന്ധിച്ച് ഒരു ഗെയിമാണ്. ജെന്നീസുമായുള്ള മാരേജ് പോലും ഒരു അറേഞ്ച്മെന്റ് പോലെയാണ്. അവൻ അവളെയാണ് ടോർച്ചർ ചെയ്തിരുന്നത്. അവൾക്കത് താങ്ങാൻ കഴിയാത്തതിനാലാണ് ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്ന് അവളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചത്. ജെന്നീസിന് ഒരു ഫാമിലിയായി ജീവിക്കണമെങ്കിൽ മറ്റൊരു പെൺകുട്ടിയെ ബലിയാടാക്കണമായിരുന്നു. അതിനാലാണ് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവൾ കൂടെ നിൽക്കുന്നത്. അവരുടെ മാരേജ് ലൈഫ് നന്നായി ജീവിക്കണമായിരുന്നു. കൊളിൻ അപ്പോൾ നിന്റെ മകളോടാണ് ഒരാൾ ഇത് ചെയ്യുന്നതെങ്കിൽ നീ എന്തു ചെയ്യും എന്നും കാമറൂണിനോട് ചോദിച്ചു. ഞാൻ അവനെ കൊല്ലും എന്ന് കാമറൂൺ ഉത്തരം പറയുമ്പോൾ അതുപോലെയായിരിക്കും എൻ്റെ അച്ഛനും ചെയ്യുന്നത് എന്ന് കൊളിനും പറയുന്നു. ഇത് കേട്ട് കാമറൂൺ അവളോട് ബോക്സിലേക്ക് കയറാൻ പറഞ്ഞു. ഇപ്പോൾ ജെന്നീസും കൊളിനും ക്ലോസ് ആയി ഇടപഴകുന്നു. അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്തു. പക്ഷെ കാമറൂണിനെ ഇത് ഇഷ്ടപ്പെടുന്നില്ല. അവൻ നിസ്സാര കാര്യത്തിന് ജെന്നീസിനെ അടിക്കുന്നു. 1983 ഒരുപാട് വർഷങ്ങളായി കൊളിൻ വീട്ടിൽ നിന്ന് പോന്നിട്ട്. വീട്ടിൽ പോയി എല്ലാവരെയും കാണാൻ ഒരേ ഒരു വ്യവസ്ഥയിൽ കാമറൂൺ അനുവാദം കൊടുക്കുന്നു. എന്തെന്നാൽ ആരോടും ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിന്റെ കുടുംബത്തിനാണ്. കമ്പനിയുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകും എന്ന് ഓർമ്മ വേണം. വർഷങ്ങൾക്കു ശേഷം കൊളിൻ തൻ്റെ ഫാമിലിയെ കണ്ടുമുട്ടി. എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷെ സിസ്റ്റർ ബോണിക്ക് മാത്രം എന്തോ ഒരു പിശക് ഫീൽ ചെയ്യുന്നു. അവർ ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷെ ബോണിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമില്ല. അവളോടധികം സംസാരിക്കുന്നുമില്ല. കൊളിൻ്റെ മുഖം കണ്ടാൽ അറിയാം അവൾ ഹാപ്പി അല്ലെന്ന്. അവളുടെ ഡ്രസ്സിങ് തന്നെ നോക്കൂ. എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ആണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ? ബോണി അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നെങ്കിലും കൊളിൻ അവളെ അവോയ്ഡ് ചെയ്യുന്നു. കൊളിൻ തന്റെ ഫാമിലിയെ കാണാനാണ് വന്നത്. അവർക്കൊരു പ്രശ്നമുണ്ടാക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. പിറ്റേന്ന് തന്നെ കാമറൂൺ അവളെ കൊണ്ടുപോകാനെത്തി. കൊളിന്റെ ഫാമിലിയോട് താൻ മൈക്കാണെന്നാണ് പരിചയപ്പെടുത്തിയത്. മാത്രമല്ല അവരോട് പറയുന്നതെല്ലാം ഫേക്ക് ഡീറ്റെയിൽസ് ആണ്. താൻ കൊളിനെ മാരി ചെയ്യാൻ പോവുകയാണെന്ന് കാമറൂൺ പറയുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ കൊളിൻ മിഴിച്ചു നിൽക്കുന്നു. കൊളിനെയും കൂട്ടി വീട്ടിലെത്തി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ജെന്നീസ് കുട്ടിയെയും കൊണ്ട് ജോലി കഴിഞ്ഞ് നേരത്തെ എത്തുന്നു. ഈ സമയം അവർ തമ്മിലുള്ള സംസാരം ജെന്നീസ് പുറത്തു നിന്ന് കേട്ടു. ഞാൻ നിന്നെ കല്യാണം കഴിച്ച് നമുക്കൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാം എന്ന് കാമറൂൺ പറയുന്നത് കേട്ട് ജെന്നീസ് വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ഡേ അവളെയും കൂട്ടി പാരൻസിനടുത്തേക്ക് പോകുന്നു. ഇത് കാമറൂണിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുമായിരുന്നില്ല. അവൾ തന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവനാകെ ഡിപ്രസ്ഡായി. ശേഷം കൊളിൻ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. സിമ്പതി തോന്നി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച മാത്രയിൽ അവൻ വയലന്റായി റിയാക്ട് ചെയ്യുന്നു. തന്റെ ഫ്രസ്ട്രേഷൻ മുഴുവനും അവളിൽ തീർക്കുന്നു. അവൻ അറ്റൻഷൻ എന്നലറിയപ്പോൾ അവൾ ഡ്രസ് ഊരി കൈ ഉയർത്തി നിന്നു. അവൻ അവളെ പൊതിരി തല്ലി. പുറത്ത് കനത്ത മഴയായിരുന്നു. ആ മഴയത്ത് അവൻ അവളെ വലിച്ചിഴച്ച് ഗാരേജിൽ പുതുതായി നിർമ്മിച്ച ബേസ്മെന്റിലാക്കി. ഇതാണ് ഇനി നിന്റെ പുതിയ വീട് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. പുറത്ത് മഴ തകർത്തു പെയ്യുന്നു. മഴവെള്ളം ചോർന്ന് ബേസ്മെന്റ് നിറയാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ കൊളിനും ഇരിക്കുന്നു. അപ്പോൾ ജെന്നീസ് എത്തി അവളെ പുറത്തെത്തിച്ചു. കാറിൽ കയറി വേഗം രക്ഷപ്പെടാൻ പറയുമ്പോൾ കൊളിൻ ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്. താൻ എവിടെ പോകും? കമ്പനി കണ്ടുപിടിച്ച് തന്നെ കൊല്ലും.
കുടുംബത്തിനു വേണ്ടി റിസ്ക് എടുക്കാൻ വയ്യ. ഇത് കേട്ട് ജെന്നീസ് അതെല്ലാം ഒരു നുണക്കഥയായിരുന്നെന്ന് അറിയിക്കുന്നു. മുമ്പും ഇതുപോലൊരു പെൺകുട്ടി അവർ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. അവളുടെ പേര് മാർലിത്ത്. അവൾ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ കാമറൂൺ അവളെ കൊന്നു. സീൻ കട്ടായി കാമറൂൺ ആ സ്ഥലത്തേക്ക് വരുന്നതായി കാണിക്കുന്നു. ഷെഡ് തുറന്നു കിടക്കുന്നത് കണ്ട് ഉള്ളിൽ പോയി നോക്കുമ്പോൾ ആരുമില്ല. ജെന്നീസ് കോളിനെ ബസ് സ്റ്റോപ്പിലെത്തിച്ചു. ബസ്സിൽ കയറി പോകുന്ന കോളിൻ ജെന്നീസിനെ നോക്കി നിൽക്കുന്നതായി കാണിച്ച് സീൻ അവിടെ കട്ടായി. കാമറൂൺ കരയുന്നതായി കാണിക്കുന്നു. കോളിൻ വീട്ടിൽ തിരിച്ചെത്തുന്നതോടെ സിനിമ അവസാനിക്കുന്നു. ഇനി നമുക്ക് ട്രൂ സ്റ്റോറി കാണാം. 1977 20കാരിയായ കോളിൻ സ്റ്റാൻ കാലിഫോർണിയയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ലിഫ്റ്റ് ചോദിച്ച് റെഡ് ബ്ലഫ് വരെയെത്തി. അവിടെ ഒരു നീല വാനിന് നേരെയാണ് അവൾ കൈ കാണിച്ചത്. ഭർത്താവും ഭാര്യയും ഒരു കുഞ്ഞും ഉൾപ്പെടുന്ന ഫാമിലിയെ കണ്ടപ്പോൾ സുരക്ഷിതമായ റൈഡായിരിക്കുമെന്ന് അവൾ കരുതി. ഇയാൾ 23കാരനായ കാമറൂൺ ഹുക്കറും ഭാര്യ 19കാരിയായ ജാനിസ് ഹുക്കറുമാണ്. തടിമിൽ തൊഴിലാളികളായ കാമറൂണിന് തീവ്രമായ അടിമത്ത ഫാന്റസികൾ ഉണ്ടായിരുന്നു. കോളിനെ പിടികൂടുന്നതുവരെ ഈ ഫാന്റസികൾ നിറവേറ്റാൻ ഭാര്യ ജെനീസിനെയാണ് അയാൾ ഉപയോഗിച്ചത്. കോളിൻ വാനിൽ കയറിയതിന് തൊട്ടു പിന്നാലെ കാമറൂൺ റോഡിൽ നിന്നും ഒരു വിദൂര പ്രദേശത്തേക്ക് മാറി. അപ്പോഴാണ് അയാൾ അവളുടെ കഴുത്തിൽ കത്തിവെച്ച് 20 പൗണ്ട് തൂക്കമുള്ള ഹെഡ് ബോക്സിലേക്ക് അവളുടെ തല കടത്തി ലോക്ക് ചെയ്തത്. ആ ബോക്സിൽ നിന്ന് ശബ്ദമോ പ്രകാശമോ എന്തിന് ശുദ്ധവായു പോലും കടക്കില്ല. വീട്ടിലെത്തിയ ശേഷം കോളിനെ അവർ ബേസ്മെന്റിലെത്തിച്ചു. ഭയാനകമായ പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്തു. അവരുടെ കൈ സീലിംഗിൽ കെട്ടി തൂക്കിയിട്ട് ചാട്ടവാറടിക്കുകയും വൈദ്യുത കസേരയിൽ ഇരുത്തുകയും പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു. കോളിനെ ഒരു ശവപ്പെട്ടി പോലുള്ള ബോക്സിൽ ഒരു ദിവസം 23 മണിക്കൂർ വരെ അടച്ചിരുന്നു. കാമറൂണിന്റെ മക്കളായ 2 പെൺകുട്ടികൾക്കും ഇങ്ങനൊരാൾ വീട്ടിലുണ്ടെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. കമ്പനി എന്ന പൈശാചിക സംഘടനയിൽ അംഗമാണെന്ന കാമറൂണിന്റെ വാദം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കമ്പനി കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. 1977 മുതൽ 1984 വരെ 7 വർഷക്കാലം കോളിനെ ബന്ദിയാക്കിയിരുന്നു. ഇതിനിടയിൽ പൂന്തടത്തിൽ പോകാനും രക്ഷപ്പെടാനും അവസരമുണ്ടായിട്ട് രക്ഷപ്പെടാഞ്ഞതും സ്വന്തം കുടുംബത്തെ കാണാൻ സമ്മതിച്ചതും സിനിമയിലുള്ളതുപോലെ തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. 7 വർഷത്തിന്റെ അവസാനത്തിൽ കോളിനെ 2ാം ഭാര്യയായി തനിക്ക് വേണമെന്ന് കാമറൂൺ പ്രസ്താവിച്ചതോടെ ജെന്നീസ് ഇടഞ്ഞു. ഇതോടെ കമ്പനിയെക്കുറിച്ചും രക്ഷപ്പെടാനുള്ള വഴിയും ജെന്നീസ് കോളിന് മുന്നിൽ തുറന്നു. കാമറൂണിനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കോടതി 104 വർഷം തടവിന് വിധിച്ചു. രക്ഷപ്പെട്ട കോളിൻ വിവാഹം ചെയ്ത് ഒരു മകളുണ്ടായി. ദുരുപയോഗം ചെയ്യപ്പെട്ട സ്ത്രീകളെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഓർഗനൈസേഷനിൽ ചേർന്നു. കോളിൻ സ്റ്റാനും ജെന്നീസ് ഹൂക്കറും തങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പേര് മാറ്റുകയും കാലിഫോർണിയയിൽ താമസിക്കുകയും ചെയ്യുന്നു. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കണും പ്രസ് as my slave.